ഹായ് ഗായ്സ്, ഹോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക് ഒരു ഹേറ്റ് ലെറ്റഡ് മലയാള സിനിമ എന്ന രീതിയിലാണ് ചിത്രത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അയാളുടെ ഒരു കഥാർസിസ് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. വിനീത് മാധവ് എന്ന ക്യാരക്ടറിലൂടെ തൻ്റെ പെൻഡപ്പായിട്ടുള്ള സ്ട്രഗിൾസ്, ഫ്രസ്ട്രേഷൻസ്, ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം ചാനലൈസ് ചെയ്തിട്ടുണ്ട് അയാൾ. ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ സക്സസ്ഫുൾ ആകുന്നു, അയാളുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നസ്ലിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു പെർഫോമൻസാണ് ഈ സിനിമയിലൂടെ നസ്ലിൻ കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണ ലവർ ബോയ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രോം കോം ജോണറിലൊക്കെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിടപെടേണ്ട ക്യാരക്ടർ അല്ലാതെ നസ്ലിൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സച്ച് എ മെച്യൂർ പെർഫോമൻസ്, എസ്പെഷ്യലി സിനിമയിലെ ഇമോഷണൽ സീക്വൻസസിലെല്ലാം നസ്ലിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടാണ് അതിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹേറ്റ് ലെറ്റർ മലയാളം സിനിമയാണ്. കാര്യം സിനിമയിലുള്ള പല പരിപാടികളെ തുടർന്ന് കാട്ടിയിരിക്കുകയാണ് ഇതിലൂടെ. തീർച്ചയായിട്ടും ഒരു സിനിമ സംവിധായകനാകാനോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ എത്തിപ്പെടാനോ ആഗ്രഹിക്കുന്നവർക്ക് പലർക്കും റിലേറ്റബിൾ ആയിട്ടുണ്ടാവും ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിലെ പല സിറ്റുവേഷൻസിലും ആരെങ്കിലുമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. കാര്യം അത്തരത്തിലാണ് സിനിമയുടെ ഡിസൈൻ പോയിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ സിനിമ ബ്രില്യൻ്റ് ആണ്. കാര്യം പല ഷോട്ട്സിൻ്റെയും പ്ലേസ്മെൻറ്റ്സ് തുടങ്ങി അതിൻ്റെ ആലോചിച്ച രീതി പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പല എഡിറ്റിംഗ് ചോയ്സസ്, ക്യാമറ പ്ലേസ്മെൻറ്റ്സ് എല്ലാം ബ്രില്യൻ്റ് ആണ്. കാര്യം വൺ ഓഫ് ദ മോസ്റ്റ് ഡെയറിങ് അറ്റംപ്റ്റ്സ് തന്നെയാണ് ഇത് മലയാള സിനിമയിൽ. പക്ഷേ എല്ലാം അത്ര പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൻ്റെ കുറേ ഭാഗങ്ങളിൽ വരുമ്പോഴത്തേക്കും സിനിമ കുറേ റെപ്പറ്റേറ്റീവ് ആവുന്നുണ്ട്. ചില പോർഷൻസൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ ടുവേർഡ്സ് ആൻഡ് കുറച്ച് ക്രൗഡ് പ്ലേസിങ് സീക്വൻസസ് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. സോ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർക്കൊരു പോസിറ്റീവ് ടേക്ക് അവേയിലാണ് ആൾക്കാർ തിയേറ്റർ വിട്ട് പോകുന്നത്. പക്ഷേ അത് ലാഗ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കുറച്ച് ഓവർലോങ് ആയിട്ട് സിനിമ ഫീൽ ചെയ്യുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലും അവരെ നമുക്ക് വിയോജിക്കാൻ കഴിയില്ല. പിന്നെ സിനിമയിലെ എനിക്ക് വിയോജിപ്പ് തോന്നിയൊരു അവസരം എന്ന് പറയുന്നത് ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ സിനിമയെ കാണിക്കുന്നുണ്ട്. അയാളുടെ ഒരു എൻഡിങ്ങിന് കൊടുത്തതും ജസ്റ്റിഫിക്കേഷനും ഒന്നും എനിക്കത്ര വർക്കായില്ല. ഒരുപക്ഷെ അത് ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് എഴുതിയുണ്ടായ വെച്ചൊരു റൈറ്റിംഗ് പോലെ എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല സിനിമ കാണണം, ഒരു എന്താ പറയണ, ഒരു അപ്കമിങ് ഡയറക്ടറിൻ്റെ സ്ട്രഗിൾസ് കാണണം, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിലും വർക്കാകുന്ന സിനിമ കൂടിയാണിത്. ചിലയിടത്ത് ഡെലിബറേറ്റ് ആയിട്ട് ക്ലീഷർ മേക്കിംഗ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒന്നും വർക്കാവണം നിർബന്ധമില്ല. സ്റ്റിൽ ഐ വിൽ ഹൈലി റെക്കമെൻഡ് ദിസ് if you are a cinephile.